1 കോടി രൂപയുടെ പേര് പറഞ്ഞ് KM മാണിയെ രാജിവെപ്പിക്കാൻ ശ്രമിച്ച 25 കോടി രൂപയുടെ അഴിമതി മൂടിവെക്കാൻ ശ്രമിച്ചാൽ നടക്കില്ലെന്നും ശക്തമായ നടപടികളുമായി UDF. ചുരുക്കത്തിൽ കള്ളന്മാരുടെ കൂടാരമാണ് അല്ലെങ്കിൽ കൂട്ടായ്മയാണ് LDF. ഇടതുപക്ഷം കട്ടാൽ, മാസപ്പടി വാങ്ങിയാൽ, ബന്ധുക്കൾക്ക് ജോലി കൊടുത്താൽ, കൊലപാതകം നടത്തിയാൽ, ഇലക്ഷൻ കാലത്ത് ടൂർ പോയാൽ, ഡോളർ കടത്തിയാൽ ന്യായീകരിക്കാൻ ആളുണ്ട്. പക്ഷേ UDF-ൽ അത് നടക്കില്ല. UDF-ൽ ഒരുത്തൻ തെറ്റ് ചെയ്താൽ ചുറ്റുമുള്ളവർ ആദ്യം വിളിച്ചു പറയും. ഇതാണ് UDF-ഉം LDF-ഉം തമ്മിലുള്ള വ്യത്യാസം. ബാർക്കോഴ ആരോപണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ ആവശ്യപ്പെട്ടു. 25 കോടിയുടെ അഴിമതി മൂടിവെക്കാൻ പറ്റില്ലെന്നും ഇത്തരം കള്ളക്കളികളുടെ കുരുക്ക് അഴിച്ച് പുറത്തു കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി സർക്കാർ അടിമുടി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ്. സാധാരണക്കാർക്ക് ജീവിക്കാൻ വയ്യാതായി. ബാറിൽ തൂങ്ങി ബാറിൽ അവസാനിക്കും വിജയന്റെ കളികൾ. ജുഡീഷ്യൽ അന്വേഷണം പോയിട്ട് ഒരു ചോദ്യത്തിന് മറുപടി പറയാനുള്ള ചങ്കുറപ്പുണ്ടോ പിണറായിക്ക്? തെറ്റു ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തിനു ഭയക്കണം? കേരളത്തിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് അതീതമായി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന കേരള കോൺഗ്രസിന്റെ പ്രിയങ്കരനായിരുന്ന നേതാവ് KM മാണിയെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച ഇടതുപക്ഷ മേലാളന്മാർക്ക് ലഭിച്ച കാലത്തിന്റെ കാവ്യനീതിയാണ് ഇപ്പോഴത്തെ ബാർക്കോഴ അഴിമതി കേസ്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടെന്ന് ഉള്ളതിന് ഇതൊരു ഉദാഹരണമാണ്. പ്രതിപക്ഷം കൂടുതൽ പ്രത്യക്ഷ സമരങ്ങളുമായി മുന്നോട്ട് വരിക തന്നെ ചെയ്യും. കുത്തഴിഞ്ഞ കേരള ഭരണത്തെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടുവാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോകുമെന്നും മുരളീധരൻ പറഞ്ഞു.